പിന്നെ ഞാൻ നേരെ DGPയുടെ അവിടെ പോയി. നെഹ്റയായിരുന്നു അന്ന്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കണ്ടു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു. ഒന്നും നടന്നില്ല. ഞാൻ കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി. അവർ കേസ് രജിസ്റ്റർ ചെയ്തില്ല. അപ്പോഴാണ് ഞാൻ പിന്നെ അന്നത്തെ ഗവർണറായിരുന്ന സദാശിവൻ സാറിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ സാറ് സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചു. അപ്പോൾ അത് അവിടെ രജിസ്റ്റർ ചെയ്തു കേസ്. വളരെ ഫീബിൾ സെക്ഷൻസ് ഒക്കെ ഇട്ട് രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ആ കേസ്. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഉടനെ പറഞ്ഞു ഇതിനകത്ത് കഴമ്പില്ല എന്ന് പറഞ്ഞ് വിഡ്രോവൽ പെറ്റീഷൻ മൂവ് ചെയ്തു. അത് എന്നെ വല്ലാതെ മാനസികമായിട്ട് തളർത്തി. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു പ്രജയല്ലേ, എൻ്റെ ഒരു മിനിമം റൈറ്റ് അല്ലേ, ഞാനൊരു വിക്ടിമല്ലേ സാർ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്തു. അതിനെതിരെ നോട്ടീസ് കൊടുത്തു. ഞാൻ അതിന് മുമ്പോട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ ഡിസ്ട്രിക്ട് കോടതിയിൽ പോയി അപ്പീൽ ചെയ്തതാണ്. കോടതിയിൽ നിന്ന് തള്ളി. ഇല്ല, ഇത് കേസിനകത്ത് കാര്യമുണ്ട് എന്ന് പറഞ്ഞ് തള്ളി. കൂടുതൽ വകുപ്പെല്ലാം ചാർജ് ചെയ്യില്ല. ഇല്ല സാർ, അത് നിസ്സാര വകുപ്പേ ഉള്ളൂ. വധശ്രമമൊന്നുമില്ല. ഇല്ല, വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് പോലും ഇല്ല. അപ്പോൾ ആഡ് ചെയ്യാൻ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റത്തില്ലായിരുന്നോ? നമ്മുടെ വക്കീലിന് ആഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടത്തില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തന്നെ. കഴക്കൂട്ടൻ നാരായണൻ നായരായിരുന്നു എൻ്റെ. അദ്ദേഹം ഈ ഇടയ്ക്ക് മരിച്ചുപോയി. അപ്പോൾ അവരുടെ ഓഫീസ് അസോസിയേറ്റ്സ് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. എനിക്ക് അതിൽ അതിശയം തോന്നുന്നത് എന്താണെന്ന് സാർ, 2017 കൊടുത്ത കേസ് ഇന്നിപ്പോൾ 2026 9 നീണ്ട വർഷങ്ങളായിട്ട് നാളിതുവരെ ആദ്യത്തെ റെസ്പോണ്ടൻ്റ് A. റഹീമൊക്കെയാണ്. ഇതുവരെ കോടതിയിൽ വന്നിട്ടില്ല സാർ. നോൺ ബെയിലബിൾ കേസാണത്. ഒരു തവണ പോലും 7, 8 അങ്ങനെയുള്ള വ്യക്തികളൊക്കെ വന്നിട്ടുള്ളൂ. ജാമ്യം എടുത്തിട്ടില്ല, വന്നിട്ടില്ല കോടതിയിൽ. അപ്പം ഞാൻ വിചാരിക്കും നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് എന്താ, 1-2 പ്രാവശ്യം സമൻസ് സെർവ് ചെയ്യും, നടന്നില്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് എന്നല്ലേ. 9 വർഷമായിട്ട്. അപ്പോൾ കോടതി വിത്ത് ഓൾ റെസ്പെക്റ്റ്, നമ്മൾ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് കോടതിയിൽ പോയാൽ നമുക്ക് നീതി കിട്ടും എന്നൊക്കെ. അപ്പോൾ ഇത് ഈ CPM-കാർക്കൊക്കെ പ്രത്യേകതരം നീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എനിക്ക് നല്ല സങ്കടമുണ്ട് സാർ. 10 വർഷമായിട്ട് കോടതി സമൻസൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, അവരതെടുത്ത് കുപ്പയിലിടുന്നുണ്ട്, ജാമ്യം എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ട്രയലിലേക്കൊന്നും എത്തിയിട്ടുമില്ല. ഇല്ല.